നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. ഇന്നും കലോത്സവ വിശേഷങ്ങളാണ് ആദ്യം. വളരെ സന്തോഷമുണ്ട് കുട്ടികൾ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ സംഘാടനം കൊണ്ടൊക്കെ വളരെ മോശമാണ്. കാരണം അത് ഒരു തരത്തിലും നമുക്ക് വിവിധ അധ്യാപക സംഘടനകളാണ് ഓരോന്നിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളെങ്കിലും ഒരെണ്ണം പോലും ശരിയായ രീതിയിൽ പോകുന്നില്ല. മാത്രമല്ല കുട്ടികൾ ഇതിൻ്റെ ആസ്വാദനം അതിനകത്ത് നടക്കുന്നില്ല. ഇപ്പോൾ ഫലത്തിൽ ഈ കലാമേളകൾ എല്ലാം ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ടലായി ഒതുങ്ങുകയാണ്. കുട്ടികൾ അവതരിപ്പിക്കുന്ന ശരിയായാലും തെറ്റായാലും ഓരോ കുട്ടികളും വേദിയിൽ വരുമ്പോൾ അവര് കുറേ നാളത്തെ അധ്വാനമാണ് അവരൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ വേദിയിലിരിക്കുന്ന അവരോടൊപ്പമുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകതയാകാം. ഞാൻ ആ കുട്ടികളെ അതിന് കുറ്റം പറയത്തില്ല. അത് സ്കൂളകങ്ങളിലും വീടകങ്ങളിലും നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും അവരെ അങ്ങനെ ആക്കിയതാണ്. സദസ്സിൽ വട്ടത്തിൽ കസേരയിട്ടിരുന്ന് പാചമടിക്കുന്ന കുട്ടികളാണ് കൂടുതലും. സദസ്സ് നേരെ സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്ന സദസ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വേദിയിലെ തന്നെ 10ഉം 15ഉം റൗണ്ടിലാണ് കസേരയിട്ട് അവരുടെ ബിസിനസ്സുകൾ നടത്തുകയാണ്. അതിൻ്റെ ഒരു അബദ്ധം അത് കൃത്യമായിട്ട് നമ്മൾ ഇന്ന് ആ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ മോണോ ആക്റ്റൊക്കെ നടത്തുമ്പം അതിനേക്കാൾ മോശപ്പെട്ടതാണ് സൗണ്ട് സിസ്റ്റവും അതിൻ്റെ സ്റ്റേജുകളും എല്ലാം. കാരണം ഈ ജഡ്ജസിന് പോലും കുട്ടികൾ എന്താണ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത തരത്തിൽ മോശപ്പെട്ട സംവിധാനങ്ങൾ. ഈ കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ അതിനകത്തൊക്കെ നാടകം ഒക്കെ നടത്തുന്നു എന്ന് പറയുമ്പം ഈ സംഘാടകരെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ മോശം. എങ്കിലും കുട്ടികളോടുള്ള അവർക്ക് കലയോട് ഈ പഠനകാലത്തെങ്കിലും കാണിക്കുന്ന ഗ്രേസ് മാർക്കിനെങ്കിലും വേണ്ടിയെങ്കിലും അവർ കാണിക്കുന്ന അവരുടെ ആ താല്പര്യത്തെ അതിനുവേണ്ടി പുറകെ ഓടുന്ന മാർക്ക് കിട്ടാൻ വേണ്ടിയാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ SLC കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന കലയാണിതെങ്കിൽ പോലും അതുവരെയെങ്കിലും കലയെ അവരിങ്ങനെ ഒന്ന് കൊണ്ടു നടക്കുന്നല്ലോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും എന്ന ആശ്വാസത്തോടെ കലയുടെ അതിനോടുള്ളൊരു നന്മയോട് ഉള്ള പ്രതിബദ്ധതയും സ്നേഹവും കൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നമുക്ക് കലോത്സവ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7045 രൂപ, പവന് 56,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. കുണ്ട്ര ഉപജില്ലാ സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച തിരിതെളിഞ്ഞ കുണ്ട്ര ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാളെ യവനിക താരും. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്യും. സ്വീകരണ കമ്മിറ്റി ചെയർമാനും വാർഡംഗവുമായ CM സെയ്ഫ് അധ്യക്ഷത വഹിക്കും. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ AEO K റസിയ ബീബി വിതരണം. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവൃത്തികൾ മൂലം പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയാക്കുന്ന വർത്തമാന കാലത്തിലേക്ക് എന്താ മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്ക് ആലോചിക്കുന്നത്? മുത്തശ്ശിയിലൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. മുത്തശ്ശിക്ക് ഇതൊന്നും കാണാനുള്ള ശക്തിയില്ല കൂട്ട. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗുണം നമ്മുടെ വീടിന്റെ പുറകിലുള്ള ആ പൂപ്പൻ കുന്ന്. ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയും കൂടി അത് മുഴുവൻ ഇടിച്ചു നിരത്തുകയല്ലേ. അതിനെന്താ മുത്തശ്ശി, അമ്മ പറഞ്ഞല്ലോ അച്ഛൻ അവിടെ വലിയ റിസോർട്ട് പണിയെത്തുകയാണെന്ന്. അപ്പൊ ഒത്തിരി കഷ്ടം. പിന്നെ എനിക്കും ബാവയ്ക്കും ഒത്തിരി ഡ്രസ് വാങ്ങാലോ. നിനക്കറിയില്ല കുഞ്ഞെ, പണ്ട് നമ്മുടെ നാടിനൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ വീട് മുതൽ മോന്റെ സ്കൂൾ വരെ എത്ര പച്ചക്കുന്നുകളുണ്ടായിരുന്നു അറിയാമോ? അതിന്റെ ഓരത്തൊക്കെ നിറയെ പൂക്കളും പാറി നടക്കുന്ന പൂങ്കാറ്റകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചില്ലേ? അല്ല, എല്ലാം നശിപ്പിച്ചു. മണ്ണിടിച്ചും പാടം നികത്തിയും നമ്മുടെ നാടാകെ നശിച്ചു. മുത്തശ്ശി, അമ്മ വരുന്നു. ഞാൻ ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ല. Good afternoon. In a world of pallid faces drifting incessantly, we are vagabonds who lose identity. Here with the poem on the miserable plight of humanity with the spirit of revolution. Faces in the Street by Henry Lawson. They lie, the men who
tell us in a loud, decisive tone, the one is here, a stranger. അമ്മയാണ്, സുന്ദരിയുമാണ്, അതുപോലെ ഭീകരിയുമാണ്. ഒരു 100 കണ്ണീർ പ്രണാമങ്ങളോടെ വയനാടിന്റെ മക്കൾക്ക്, എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാൻ ഈ ഏകാഭിനെ സമർപ്പിക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ, പള്ളിക്കൂടത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. അതെ, ഇത് വെള്ളാമല സ്കൂളിന്റെ വാർഷികാഘോഷമാണ്. ഉണ്ണിമാഷും കുട്ടികളുടെ പാട്ട്. മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വിദ്യാലയമുണ്ട്. ആഹാ, എന്തു നല്ല വരികൾ ഒക്കെ എടുത്തിരിക്കുന്നു ചൂരൽമലയുടെ ഹരിനാമ ഉണ്ണിമാഷിന്റെ ക്ലാസ്. മക്കളെ, ഇത് നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് മാറി ചൂരൽമലയിലേക്ക് നോക്കാം. നമ്മുടെ ചൂരൽമല എത്ര സുന്ദരിയാണ്. മക്കളെ, ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗിയും പ്രത്യേകതകളുമുണ്ട്. അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയും കൂടിയാണ്. മഴ കനക്കുന്നുണ്ടല്ലോ, കാലാവസ്ഥയൊക്കെ മോശമാണ്. ഇനി ആ തോർത്തിനടുത്ത് നമ്മുടെ മോളെവിടെ? അച്ഛാ, ഞാൻ പഠിക്കായിരുന്നു. And everyone present here, I'm here to recite a poem, a very famous poem, "Oh Captain, My Captain" by Walt Whitman. "Oh Captain, My Captain" was written by Walt Whitman and was written in 1865 based on the death of the 16th US President Abraham Lincoln. Hear the poem. "Oh Captain, my Captain, how fearful to be stern. The ship has sailed every rack, the prize we saw this one. The port is near, the bells are here, the people all exulting. While follow eyes the steady gale, the vessel grim and daring. But oh heart, 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 oh the bleeding drops of rain, from to take my captain lies, fallen cold and dead. Oh Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bugle throws, for you the bouquets and ribbon wreaths, for you they call the swinging mass, their eagle faces turning. Here, Captain, dear father, this I'm beneath your head. It was a dream that on the deck you have fallen cold and dead. My Captain does not answer me, his lips pale and still. My Captain does not feel my arms, he has no pulse or will. The ship anchored safe and sound, its voyage closed and done. എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോളെ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട പാൽക്കട്ടി വന്നിട്ടുണ്ട്. എന്റെ മുമ്പ് പറഞ്ഞല്ലേ, എന്തെങ്കിലും അത് കഴിക്കുമ്പോളെ. എനിക്കൊന്നും വേണ്ടപ്പ പോയിട്ട് പോലെ വേറെ പറ്റുന്നില്ല. ചോദിച്ചിട്ട് കഴിക്കണ്ടേ? കാണുമ്പോ പേടിയാവും അമ്മ. ഞാൻ പറിച്ചു പോകാനമ്മ. അയ്യോ, അങ്ങനെ പറയണേ. എന്റെ മുഖമൊന്നും സംഭവിക്കില്ല കേട്ടോ. എനിക്ക് നല്ല പനിയും വൈകിയുണ്ട്. അവരെ നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ മോള് നമ്മളെ വിട്ടുപോയി, അവള് നമ്മളെ വിട്ടുപോയി. ഇല്ല, ഞാൻ കഴിക്കില്ല, എനിക്ക് കഴിക്കാൻ കഴിയില്ല. 15 വർഷത്തിന് ശേഷം വികസിക്കുകയാണല്ലേ അവൾ. നമ്മുടെ ഏക പ്രതീക്ഷ അവളായിരുന്നില്ലേ പറഞ്ഞിട്ട. എന്തൊക്കെ സ്വന്തങ്ങളായിരുന്നു, എല്ലാം കാണുന്നില്ലേ? ഇംഗ്ലീഷിനടുത്തിട്ട് പോലും നമ്മുടെ പറയുന്നത് നമുക്ക് കഷ്ടമാണ് ഡോക്ടറെ. തനിക്ക് പോകാനില്ല, പെട്ടെന്ന് അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം,
അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കർഷക മേഖലയ്ക്ക് കൈത്താങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മന്ത്രി KN ബാലഗോപാൽ. കർഷക മേഖലയ്ക്ക് എക്കാലവും കൈത്താങ്ങാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാമ്പുഴ ഏലായിൽ കേരള കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന നെൽകൃഷിയുടെ ഞാറനടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനും വികസനത്തിനും പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒപ്പം കർഷകർക്ക് ന്യായമായ കൂലിയും തൊഴിൽ അവകാശങ്ങളും ഉറപ്പാക്കി. R. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PA ഏബ്രഹാം, കർഷക സംഘം ജില്ലാ സെക്രട്ടറി C. ബാൾഡവിൻ, കുണ്ടറ ഏരിയ സെക്രട്ടറി SL സജികുമാർ, ME ആൽഫ്രഡ്, P. ജഗന്നാഥൻ, കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനിതകുമാരി, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഹുസൈൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി L. അനിൽ, S. അനിൽകുമാർ, കൃഷി ഓഫീസർ അൽഫിയ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഷീബ എന്നിവർ സംസാരിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് ചന്ദ്രമോഹൻ പിള്ളയെ മന്ത്രി ആദരിച്ചു. മാർച്ച് മാസത്തിൽ കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളന പ്രമുഖർക്ക് ഭക്ഷണം നൽകുവാനുള്ള കുത്തരി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നെൽകൃഷി ആരംഭിച്ചിട്ടുള്ളത്. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. കുണ്ടറ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് PC വിശ്വനാഥ് MLA. കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്ഥലം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോവുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററുടെ നിർമ്മാണ ചുമതല കേരള മെഡിക്കൽ ബോർഡ് കോർപ്പറേഷനിൽ നിന്ന് KSEBക്ക് കൈമാറി. തിയേറ്ററുകൾ സജ്ജീകരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ KMCSL ആണ് എത്തിക്കേണ്ടത്. ആശുപത്രി വികസനത്തിനൊപ്പം ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാകൂ. മന്ത്രി വീണ ജോർജ് ആശുപത്രി സന്ദർശിച്ചപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തെപ്പറ്റി ആശുപത്രി ഉദ്യോഗസ്ഥർ നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA പറഞ്ഞു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ G. ബാബുലാൽ, PRO ഗിരീഷ്, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ യജീന്ദ്രലേഖ, പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര, KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. അനിൽ, സബ് എഞ്ചിനീയർ S. ഗീത, പ്രോജക്ട് എഞ്ചിനീയർ ആർദ്ര രാജ്, സൈറ്റ് എഞ്ചിനീയർ സുനിൽകുമാർ, കുരിപ്പള്ളി സലീം, രാജു D. പണിക്കർ, A. ബാബുരാജൻ, G. വിനോദ് കുമാർ, കരാർ കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ പുരോഗതി ഒന്ന് വിലയിരുത്താൻ ആണ് എത്തിയത്. നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഡിസംബർ അവസാനത്തോടുകൂടി നമുക്ക് ഇത് പൂർണ്ണമായും ഹാൻഡ് ഓവർ ചെയ്യാമെന്നാണ് KSEB ലിമിറ്റഡിൻ്റെ ആണ് ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള നിർവഹണ ഏജൻസി. അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായി. ഈ കരാർ പിടിച്ചിരിക്കുന്ന കമ്പനി വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസ് അവരും നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇതിനകത്ത് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നിർമ്മാണം ഈ KMCSL-നായിരുന്നു നേരത്തെ നൽകിയിരുന്നത്. ഇപ്പോഴത് ഈ മറ്റു പ്രവർത്തനങ്ങൾ ആശുപത്രി സമുച്ചയത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയെ തന്നെ മൂന്നാമത്തെ നിലയിലുള്ള 2 ഓപ്പറേഷൻ തിയേറ്ററുകളുടെ നിർമ്മാണവും അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ പ്രവർത്തനവും മുന്നോട്ട് പോവുകയാണ്. അനുബന്ധമായ സാധനങ്ങൾ, ഉപകരണങ്ങൾ നൽകേണ്ടത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതും അടിയന്തരമായി എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഡോക്ടറും മറ്റ് ആശുപത്രിയുടെ HMC പ്രതിനിധികളുമുണ്ട്. ഇത്രയും വലിയൊരു അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുങ്ങുകയാണ്.
80,000 സ്ക്വയർ ഫീറ്റിൽ 8 നിലയിലാണ് 2 ഓപ്പറേഷൻ തിയേറ്ററും മറ്റ് സ്പെഷ്യാലിറ്റികൾക്കുള്ള സൗകര്യങ്ങളുമായി ആശുപത്രി മാറുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായി സ്റ്റാഫ് സ്ട്രെങ്ത് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രി തന്നെ നേരിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും മന്ത്രിയോടും നമ്മൾ നേരിട്ട് ആ കാര്യം അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് ആശുപത്രി തന്നെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി DHSലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നിന്നും സർക്കാരിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രദേശത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാകുന്ന ഈ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ കടത്തിക്കൊണ്ടുപോയ 2 പേരെ പിടികൂടി. കിഴക്കേക്കല്ല ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള കാവിൽക്കടവിൽ സൂക്ഷിച്ചിരുന്ന തോപ്പിൾ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 2.5 ലക്ഷം രൂപ വില വരുന്ന കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനാണ് കടത്തിക്കൊണ്ടുപോയത്. കിഴക്കേക്കല്ല തെക്കേ കാവിൽ കടവിന് സമീപം രതീഷ് ഭവനിൽ രതീഷ് 38, മയ്യനാട് പുല്ലിച്ചിറയിൽ പണയിൽ വീട്ടിൽ പ്രജിത്ത് 34 എന്നിവരെയാണ് കിഴക്കേക്കല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. SI ശിവപ്രകാശ്, സബ് ഇൻസ്പെക്ടർമാരായ മനോജ്, സുനിൽ, CPOമാരായ അനൂപ്, വിനേഷ്, ഗിരീഷ്, സുരേഷ് ബാബു എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുണ്ടറ ഫൈനാൻസ് അസോസിയേഷൻ പായസ ചലഞ്ച് വഴി സമാഹരിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ജില്ലാ കളക്ടർ തുക ഏറ്റുവാങ്ങി. പാപ്പച്ചൻ അരസ്തോട്ടം, പ്രൊഫസർ മാത്യു വർഗീസ്, ശ്രീകുമാർ ചെറുമൂട്, C പ്രകാശ്, അഡ്വക്കേറ്റ് B ഡയസ് എന്നിവർ ചേർന്നാണ് തുക കളക്ടർ ദേവിദാസിന് കൈമാറിയത്. കൊല്ലം തേനി ബൈപ്പാസ് അലൈൻമെന്റ് മുട്ടം വഴി നിശ്ചയിക്കണം. കിഴക്കേക്കല്ല കൊല്ലം തേനി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള നിർദ്ദിഷ്ട ബൈപ്പാസ് അലൈൻമെന്റ് പെരിനാട്, പടപ്പക്കര, മുട്ടം, പഴനിക്കാവ് വഴി നിശ്ചയിക്കണമെന്നും നാടിന്റെ വികസനം തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും മുട്ടം കൊച്ചുപിലാമൂട് വികസന സമിതി ആവശ്യപ്പെട്ടു. ദൂരവും ചെലവും ഏറ്റവും കുറച്ച് ഒഴിപ്പിക്കൽ വേണ്ടി വരുന്നതുമാണ് മുട്ടം വഴിയുള്ള നിർദ്ദിഷ്ട ബൈപ്പാസ്. ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ നഷ്ടപരിഹാരം, പുനരധിവാസ ഉത്സവവും ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൺവീനർ C ബിജു മുട്ടം, ചെയർമാൻ ബിനുരാജ് കല്ലട, സുരേഷ് മുട്ടം, അരുൺ കല്ലട, ഉഷ, ജൂലി എന്നിവർ സംസാരിച്ചു. തല്ലി വളർത്തിയ മക്കൾ. പരിഷ്കൃത സമൂഹം മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു മാതാപിതാക്കൾ മക്കളെ തല്ലി വളർത്താൻ പാടില്ല എന്നത്. അധ്യാപകർ കുട്ടികളെ നോക്കി കണ്ണുരുട്ടാൻ പോലും പാടില്ലെന്നും വാശി പിടിച്ചു. അതിന്റെ ദോഷങ്ങൾ യൗവനത്തിലെത്തിയ മക്കളിൽ നിന്ന് ഇന്ന് മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് അധ്യാപകർ തല്ലിയാൽ വീട്ടിൽ പറയാറില്ല. സ്കൂളിൽ തെറ്റ് ചെയ്തെന്ന കാരണത്താൽ വീട്ടിൽ നിന്നും കിട്ടുമടി. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയോ മറ്റോ ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് അടി കിട്ടിയോ എന്ന് അന്വേഷിക്കും വീട്ടുകാർ. അധ്യാപകൻ അടിച്ചെന്നറിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് എന്ത് സന്തോഷമായിരുന്നു. പ്രായം ഏറെ ചെന്നാലും എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും പണ്ട് തല്ലിയ അധ്യാപകനോട് എന്ത് ബഹുമാനമാണ്. പ്രോഗ്രസ് കാർഡ് അച്ഛന്റെ ഒപ്പിട്ട് സ്കൂളിൽ കൊടുക്കണം. മാർക്ക് കണ്ടാൽ അച്ഛൻ അടിക്കും. ഒപ്പിട്ട് ഏൽപ്പിച്ചില്ലെങ്കിൽ ക്ലാസ് ടീച്ചർ അടിക്കും. അടുത്ത തവണ ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകി കരഞ്ഞു വിളിച്ച് ഒപ്പുവാങ്ങും. ഭംഗിയായി പഠിക്കണമെന്ന ചിന്ത ഉണ്ടാകാൻ ഇത് സഹായകമാകും. രക്ഷിതാക്കൾ എത്ര ധനികരായാലും മുൻപ് കുട്ടികൾക്ക് ആവശ്യത്തിന് പണം മാത്രമേ നൽകുകയുള്ളൂ. പൈസ എന്തിനൊക്കെ ചിലവാക്കിയെന്ന് ബോധ്യപ്പെടുത്തുക കൂടാതെ അത് സത്യമാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു അത്. ഇന്ന് 6ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ കുറഞ്ഞത് 600 രൂപ നോട്ടെങ്കിലും കാണും. പണം ദുർവിനിയോഗം ചെയ്യുന്നത് വഴി പല ദുശീലങ്ങളും ഇവരെ തേടിയെത്തും. മക്കളെ പാചകം പഠിപ്പിക്കില്ല. ഭക്ഷണം സ്വന്തമായി വിളമ്പി കഴിക്കാൻ പോലും എന്റെ മകന് അല്ലെങ്കിൽ മകൾക്കറിയില്ലെന്ന് പൊങ്ങച്ചത്തോടെ ചിലർ വീമ്പിളക്കും. പഴയ ആളുകളെ നോക്കൂ. അത്യാവശ്യത്തിന് ചോറും കറിയും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഒരു മണ്ണെണ്ണ വിളക്കിന് വെളിച്ചത്തിൽ
ഒന്നിൽ കൂടുതൽ പേരാണ് മുൻപ് പഠിച്ചിരുന്നത്. ഇത്തരത്തിൽ പഠിച്ച് IAS വരെ എത്തിയ എത്രയോ പേർ. ഒരു ജോലിയും ചെയ്യിക്കാതെ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയിട്ടും ഇന്ന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം അവന് പുതിയതാണ്. തെറ്റേത് ശരിയേത് എന്നറിയാത്ത അവരുടെ വഴികാട്ടികളാണ് മാതാപിതാക്കൾ. തെറ്റിൽ നിന്നും മാറി ശരിയുടെയും നന്മയുടെയും ലോകത്തിലൂടെ തന്റെ കുഞ്ഞു വളരണമെന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. തെറ്റുകൾ കാട്ടുമ്പോൾ തിരുത്താൻ ശ്രമിക്കണം, വേണ്ടി വന്നാൽ ശകാരിക്കണം, ആവർത്തിച്ചാൽ തല്ല് കൊടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് തെറ്റാണെന്ന ബോധം അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിയൂ. മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് മുൻപ് പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ മുതിർന്നവർ ബഹുമാനിക്കണം, അതാണ് അവസ്ഥ. മുൻപ് വീടുകളിൽ കൃഷിയും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകും മുൻപ് വന്നതിനു ശേഷവും അതിനുവേണ്ട ജോലികൾ ചെയ്യിക്കുമായിരുന്നു. പഠനത്തോടൊപ്പം ജോലി ചെയ്യാനും പ്രാപ്തരാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ന് യാതൊരു തരത്തിലുള്ള ചുമതലകളും മക്കളെ പഠിപ്പിക്കുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും ബോധ്യപ്പെടുത്തി തന്നെ മക്കളെ വളർത്തണം. ഇതുമൂലം ഇവർക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനാകും. ഇല്ലെങ്കിൽ ചെറിയ ദുഃഖം പോലും താങ്ങാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമയായി തീരും ഇവർ. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യക്കും വിവാഹമോചനത്തിനും പോകുന്ന എത്രയോ യുവതി യുവാക്കളുണ്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പോലെ എല്ലാവർക്കും മക്കൾ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ അതിര് കടന്ന വാത്സല്യത്തിനിടയിലും അവരെ നേർവഴിക്ക് നടത്തേണ്ടത് മാതാപിതാക്കളാണെന്ന കാര്യം മറക്കാതിരിക്കുക. പഴമക്കാർ പറയുന്നത് ഓർക്കുക: തല്ലി വളർത്തിയ മക്കളും വെട്ടി വളർത്തിയ മരവും നേരെ വളരും. പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കണം. സർവീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ പെരിനാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി KC വരദരാജൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് T ജോൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TG വർഗീസ്, TV മാമച്ചൻ, ഗോപിനാഥൻ പിള്ള, പെരുമ്പുഴ തുളസീദാസ്, G രാമചന്ദ്രൻ പിള്ള, KP ജോയിക്കുട്ടി, K ശശീന്ദ്രൻ, അരവിന്ദരാജ്, D സതീഷ് കുമാർ, K ഗോപി, A വില്യം, ലറ്റീഷ്യ മാർട്ടിൻ, K വസുമതിയമ്മ, T ശിവദാസൻ പിള്ള എന്നിവർ സംസാരിച്ചു. ചെല്ലം അറ്റ് കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, വനിതാ ശിശു വികസന വകുപ്പ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചെല്ലം അറ്റ് കൊല്ലം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ പെരിനാട് പഞ്ചായത്തിൽ നടക്കും. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് ഉദ്ഘാടനം ചെയ്യും. ബാല സൗഹൃദ ഗ്രാമത്തിന്റെ പ്രഖ്യാപനവും ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ N ദേവിദാസ് നിർവഹിക്കും. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിക്കും. നമസ്കാരം. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ ഇപ്പോൾ സമാപിക്കുകയാണ്. വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള 11 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ നോട്ടം വരെയുള്ള സിനിമകൾ. ഇതിൽ കുറേയധികം സിനിമകൾ എൻ്റെ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. കുറച്ചുപേർ ഇനിയും അത് കാണാനുണ്ട്. കാണാനുള്ളവരെല്ലാം ഈ സിനിമ ഒന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒപ്പം ഒരു മാസം ഒരു ഹ്രസ്വചിത്രം, ഒരു വർഷം 12 ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങളുടെ ടീം എത്തുകയാണ്. ഈ മാസം 30 ഞങ്ങളുടെ അടുത്ത സിനിമ റിലീസാവും. അടുത്ത മാസം 29 മെഗാ ഈവൻ്റോടുകൂടി ഇതുവരെ നമ്മുടെ സിനിമയിലെല്ലാം അഭിനയിച്ചുള്ള അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ, അതിനോടൊപ്പം നിന്നവർ എല്ലാവരുടെയും ഒരു സംഗമമാണ്. ഞങ്ങളുടെ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. ആ കുടുംബസംഗമ വേദിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഡിസംബർ മാസം 29-ാം തീയതി ഉച്ചയ്ക്ക് മുഴുവൻ സിനിമയും 3 മണി മുതൽ 6 മണി വരെ മുഴുവൻ സിനിമയുടെ പ്രദർശനവും ഉണ്ട്. വേണൂസിലാണ് പരിപാടി. നിങ്ങളെല്ലാവരും എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.